നമശിവായ. നമസ്കാരം. എല്ലാ മിത്രങ്ങൾക്കും സന്ധ്യാവന്ദനം. സന്ധ്യ കഴിഞ്ഞുവെങ്കിലും രാത്രി നമസ്കാരം പറയാൻ സമയമായില്ല. രാത്രി നമസ്കാരം നമ്മൾ പിരിയുമ്പോഴാണ് പറയേണ്ടത്. വേറെ സന്ധ്യാവന്ദനം പറയുന്നു. ഗുരുരാതിരണാദിശ്ച ഗുരു പരമദൈവതം ഗുരു പരതരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ച ശ്ലോകങ്ങൾ കർമ്മയോഗത്തിൻ്റെ അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നു, ആഗ്രഹമില്ലെങ്കിൽ പോലും പാപകർമ്മങ്ങൾ ആചരിക്കാൻ പുരുഷൻ എങ്ങനെയാണ് പ്രേരിതനാകുന്നതെന്ന് ചോദിച്ചതിൻ്റെ ഉത്തരമായി ഭഗവാൻ 37-ാമത്തെ ശ്ലോകം 41 ഒരു 5 ശ്ലോകത്തിൽ അതിൻ്റെ ഉത്തരം പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചത്. അവിടെ ശ്രീകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ അത്രയും മനുസ്മൃതിയിൽ മനോഹരമായി വിശദീകരിച്ചിട്ടുള്ളതാണ്. തുടർന്ന് അടുത്ത 42-ാം ശ്ലോകം നമുക്ക് ശ്രദ്ധിക്കാം. ഇന്ദ്രിയാണി പരാണ്യാഹുരിന്ദ്രിയേഭ്യഃ പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധിര്യോ ബുദ്ധേ പരതസ്തു സഹ. 43 കൂടെ ചേർന്ന് വരുന്നു. ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മാനമാത്മന ജഗി ശത്രും മഹാബാഹോ കാമരൂപം ദുരാശ്രിതം. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കുമ്പോൾ ശ്ലോകം 42 പറയുന്നത്, ഇന്ദ്രിയാണി പരണ്യാഹും ഇന്ദ്രിയേഭ്യ പരം മനഃ. ശരീരത്തെ അപേക്ഷിച്ച് ഇന്ദ്രിയങ്ങൾ ശ്രേഷ്ഠമാണ്. ഇന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് മനസ്സിനേക്കാൾ ബുദ്ധിയും ശ്രേഷ്ഠമായിരിക്കുന്നു. എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ജീവാത്മാവ്. എന്ത് മനോഹരമാണ്! ഒന്നിനേക്കാൾ മറ്റൊന്ന്, അതിനേക്കാൾ മറ്റൊന്ന്. ജീവാത്മാവിനപ്പുറം ഒന്നുമില്ല. അടുത്ത 43 എന്താ പറയുന്നത്? ഹേ മഹാബാഹുവായ അർജുന, ഇങ്ങനെ ആത്മാവിനെ ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമെന്നറിഞ്ഞ് സ്വന്തം ശക്തിയാൽ അതിന് സ്വയം സംയമനം ചെയ്ത് ദുർജയവും കാമരൂപിയുമായ ശത്രുവിനെ നശിപ്പിച്ചാലും, അങ്ങനെ ജീവാത്മാവാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നറിഞ്ഞ് നമ്മുടെ മനസ്സിനെ ഇന്ദ്രിയങ്ങളെല്ലാം ഉപരി ജീവാത്മാവാണ് ശ്രേഷ്ഠമെന്നറിഞ്ഞ് തിരിച്ചറിഞ്ഞ് ഈ കാമരൂപിയായ ശത്രുവിനെ നശിപ്പിച്ചാലും അർജുന എന്നാണ് പറയുന്നത്. അതായത് ഈ 2 ശ്ലോകങ്ങളിലെ കാര്യങ്ങൾ വേദഭാഷ്യങ്ങളായ ഉപനിഷത്തുക്കളിൽ പറഞ്ഞിട്ടുണ്ട്. ഘടോപനിഷത്തിൽ ഇതേ കാര്യം മറ്റൊരു ഭാഷയിൽ പറയുന്നുണ്ട്. ഘടോപനിഷത്തിൽ പറയുന്നത് ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്താണ് സൂക്ഷ്മ തന്മാത്രകൾ എന്നത് തീർച്ചയാണ്. മനസ്സ് ഇവയ്ക്കും അപ്പുറമാണ്. മനസ്സിനും അപ്പുറമാണ് ബുദ്ധി. മഹാൻ എന്ന പേരുള്ള ആത്മാവ് ബുദ്ധിക്കും അപ്പുറമാണ്. അതാണ് ജീവാത്മാവ്. ഗീതയിൽ പറഞ്ഞതും ഘടോപനിഷത്തിൽ പറയുന്നതും മനുസ്മൃതിയിൽ പറയുന്നതും എല്ലാം ഒന്ന് തന്നെയാണ്. അങ്ങനെ ഘടോപനിഷത്തിൽ പറയുന്ന ഇന്ദ്രിയങ്ങളേക്കാൾ അപ്പുറമാണ് മനസ്സെന്നും മനസ്സിനപ്പുറമാണ് ബുദ്ധിയെന്നും ബുദ്ധിയേക്കാൾ അപ്പുറമാണ് മഹാൻ അഥവാ ജീവാത്മാവ്, മഹത്തത്വത്തെക്കാൾ അപ്പുറമാണ് അവ്യക്തം, അവ്യക്തത്തിനപ്പുറമാണ് സർവ്വവ്യാപിയായ പുരുഷൻ, യാതൊരു ചിഹ്നവും ഇല്ലാത്തവനാകുന്നു അവൻ. അതായത് നമ്മുടെ ശരീരം ഒരു രാജ്യമാണെന്ന് കരുതുക. അതിലിപ്പോൾ ഭരണം നടത്തുന്നത് കാമവും ക്രോധവുമാണ്. പിന്നെ എങ്ങനെ നന്നാവനാ? യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിലെ രാജ്യാധിപൻ ആത്മാവാണ്. ശരീരത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന ആത്മാവിൻ്റെ ശക്തിയെപ്പറ്റി വിചാരം ചെയ്യുന്നതാണ് അധ്യാത്മ വിചാരം. നാം ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്? ശരീരത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന ആത്മാവിൻ്റെ ശക്തിയെപ്പറ്റി വിചാരം ചെയ്യുന്നതാണ് അധ്യാത്മ വിചാരം. അതായത് നാം ഇപ്പോൾ ചെയ്യുന്നത് ആധ്യാത്മിക വിചാരം. ഒരു ചിന്തയെങ്കിലും ഉണ്ടല്ലോ, ഗീത പഠിക്കണമെന്നുള്ള വിചാരം. ഈ ആധ്യാത്മ സാധനയ്ക്ക് ഉപയുക്തമായത് പതഞ്ജലി മഹർഷിയുടെ യോഗദർശനമാണ്. ഈ യോഗദർശനത്തിൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ
ധ്യാനം, സമാധി എന്നിവ അനുഷ്ഠിക്കണം. 8 കാര്യങ്ങൾ. അപ്പോൾ കാമക്രോധാദി ശത്രുക്കളെ നമുക്ക് ജയിക്കാനാകും. എങ്ങനെ ഈ 8 കാര്യം, യമനിയമം തുടങ്ങി ഉള്ള 8 നിയമങ്ങൾ കാമക്രോധാദി ശത്രുക്കളെ അങ്ങനെ ജയിക്കാൻ നമുക്ക് എങ്ങനെ കഴിയുമെന്ന് അടുത്ത ദിവസം നമുക്ക് പൂർണ്ണമായി പഠിച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. അതുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഗുരുപാദാരവന്ദനങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഇനി ശുഭരാത്രി പറയല്ലേ. ശുഭരാത്രി, നമസ്കാരം. ഭഗവാൻ എപ്പോഴും നല്ലത് വരുത്തട്ടെ എന്ന് ചിന്തിക്കുക. ഭഗവാൻ എപ്പോഴും കൂടെയുണ്ട്, നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അഹം ബ്രഹ്മാസ്മി. നമസ്കാരം, ശുഭരാത്രി.